ഹലോ ഗൈസ്, നിങ്ങൾ ഈ കാണുന്നത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ വ്യൂ ആണ് കേട്ടോ. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഒരു ടെൻറ്റ് സ്റ്റേ ഉണ്ട്. ഞാൻ ടെൻറ്റ് സ്റ്റേയിൽ ഇവിടെ ടെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന വഴിയിലാണ് ഞാനിവിടെ എത്തിയത്. വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഞാനിപ്പോൾ ടെൻറ്റ് സ്റ്റേയിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഇതൊരു 2 പ്രോപ്പർട്ടിയുടെ നടുക്കൂടെയുള്ളൊരു ചെറിയ വഴിയാണ്. ഞാൻ ഒരു ക്യാമ്പിന് പോകാൻ വേണ്ടി പോകണം. ക്യാമ്പിങ്ങിനാണ്. കൊളുക്കുമല വരാൻ വേണ്ടി വന്നതാണ്. സോ ഇന്നിവിടെ ക്യാമ്പ് ചെയ്തിട്ട് നാളെ കൊളുക്കുമല പോകാനാണ് എൻ്റെ പ്ലാൻ. ടെഡീസ് ക്യാമ്പ്സിലാണ് ഇന്ന് ഞാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ അഹെഡ്. 2 പ്രോപ്പർട്ടിയുടെ നടുക്കൂടെയുള്ള ഒരു ഇടുങ്ങിയ വഴിയാണ്. ഇപ്പുറത്തെ സൈഡ് വീടുകളുണ്ട്, അപ്പുറത്തെ സൈഡിൽ അത് റബ്ബർ പ്ലാന്റേഷനാണ് കേട്ടോ. EVMൻ്റെ റബ്ബർ പ്ലാന്റേഷനാണ് അപ്പുറത്തെ സൈഡിൽ. ഈ ഇടുങ്ങിയ വഴി കൂടെ പോയിട്ടാണ് നമ്മൾ ആ ടെൻറ്റ് സ്റ്റേയിലോട്ട് എത്തുന്നത്. അതൊരു ചരിഞ്ഞ പ്രദേശത്താണ് ആ ടെൻറ്റ് സ്റ്റേ ഉള്ളത്. സോ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ. So guys, this property is inside. This property is a private property and the name of the property is Teddy's Camps Private Limited. Yeah. ഈ സ്ഥലം പ്രോപ്പറായിട്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൂര്യനെല്ലിയാണ്. സൂര്യനെല്ലി കൊളുക്കുമലയുടെ താഴ്ഭാഗമാണ് കേട്ടോ. കൊളുക്കുമലയിലോട്ട് കയറി പോകുന്ന അതിൻ്റെ താഴ്ഭാഗത്ത് ഒരുപാട് റിസോർട്ട്സ് ഉണ്ട്. റിസോർട്ട്സും ക്യാമ്പും അങ്ങനെ ഒരുപാട് ക്യാമ്പ്സൊക്കെ ഉണ്ട്. അവിടെ ഉള്ള ഒരു സ്ഥലമാണിത്. അവിടെ ഒരു ക്യാമ്പിലാണ് ഞാൻ പോകുന്നത്. ഇപ്പുറത്തുള്ള പ്ലാന്റേഷൻ അത് EVMൻ്റെ ഓണർഷിപ്പിലുള്ള EVM ഗ്രൂപ്പിൻ്റെ ആണെന്നാണ്. ഇതൊക്കെ ഇവിടെയൊന്നും ആളുകളൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് റബ്ബറൊക്കെ അടിക്കുന്നതെന്ന് തോന്നുന്നു. റബ്ബർ പ്ലാന്റേഷനിൽ റബ്ബർ ഷീറ്റ് പ്രസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ആണെന്ന് തോന്നുന്നു. ഇവിടെയൊന്നും ആൾ താമസമൊന്നും കാണുന്നില്ല. ആളനൊക്കെ ഉള്ള പ്രദേശമാണെന്നൊന്നും കാണുന്നില്ല. ആനയെന്ന് ഉറങ്ങുന്ന സ്ഥലമൊന്നുമില്ല എന്നാണ് ഇവിടുത്തെ റിസോർട്ടുകാർ പറയുന്നത്. ഇപ്പം നമ്മൾ നടന്ന് അടിപൊളി വ്യൂ ആണ് കേട്ടോ. അവിടെ അത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണ്. നമ്മളങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ നല്ല കുടിസ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. പിന്നെ ഇതാണ്ട് ഇവിടെ എന്തോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇങ്ങനെ ഐ ഡോണ്ട് നോ ദിസ് പ്ലേസ് ഈസ് ഇറ്റ്സ് എ വെരി കൺജസ്റ്റഡ് പ്ലേസ് ആൻഡ് യു സീ ദീസ് ആർ ഓൾ റെസ്റ്റഡ്. ഇവിടെ ഇപ്പം വഴി തീർന്നിട്ടുണ്ട്. സോ വി ആർ ഗോയിങ് ടുവേർഡ്സ് ത്രൂ എ ഫോറസ്റ്റ് പാത്ത്. ഇപ്പം വേറൊരു വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. ഇത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. നിങ്ങൾ ഈ പോർട്രേറ്റിൽ കാണുന്നതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് കാണുന്നത്. നല്ല വൈഡിൽ കാണുമ്പം അടിപൊളിയാണ്. നല്ല രസമുണ്ടാകും. ആ ഡാമിൽ കിടക്കുന്ന ബോട്ടൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഏകദേശം ഒരു 20 ഡിഗ്രി സെൽഷ്യസിന് താഴെ വരും. നല്ല കാറ്റുണ്ട്. അടിപൊളി പ്ലേസ് ആട്ടോ. കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി വന്നു കേട്ടോ. മലയിൽ നിന്ന് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി വന്നു. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി കേട്ടോ. ഇത് മാട്ടുപ്പെട്ടി ഡാമാണ്. ഇവിടെ നിന്നൊക്കെ സ്ലിപ്പായി കഴിഞ്ഞാൽ അങ്ങ് പോകും. നല്ല താഴ്ചയാണ് താഴോട്ട്. കാടാണ്. എന്നാലും നമ്മൾ പോകുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോട്ടാണ് പോകുന്നത്. താഴോട്ട് നല്ല സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇറക്കമാണ്. സോ ആ ഇറക്കം ഇറങ്ങിയിട്ട് വേണം നമുക്ക് താഴെ എത്താൻ. നിങ്ങൾ ആ ബാക്കിൽ ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്കിൽ കാണുന്നത് ഇടുക്കി ഡാമിൻ്റെ വ്യൂ ആണ് കേട്ടോ. ഇടുക്കി ഡാമിൻ്റെ വ്യൂ ആണ് ബാക്കിൽ കാണുന്നത്. വി ആർ ഗോയിങ് ടു ദ ടെഡീസ് ബിയർ ക്യാമ്പ് ആൻഡ് ദിസ് ഇസ് എ ഓഫ് റോഡ് ക്യാമ്പ് ആൻഡ് ദിസ് ഇസ് നോട്ട് ലൈക്ക് എ ട്രഡീഷണൽ റിസോർട്ട്. യു ക്യാൻ സീ ദ kind of view that is coming on both sides. അടിപൊളി വൈബാണ്. നല്ല സെറ്റപ്പാണ്. സോ ഇവിടെ നിന്ന് താഴോട്ട് നല്ല നല്ല വെള്ളം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ലിപ്പായി പോകാനും സാധ്യതയുണ്ട്. സോ സ്ലിപ്പാവരുത്. ഈ റിസോർട്ടിൽ റൂമൊന്നുമില്ല കേട്ടോ. ഇത് ക്യാമ്പ് സെറ്റപ്പാണ്. ഈ സൈഡിൽ കാണുന്നത് വീട് പോലത്തെ അത് ഇവിടെ ക്യാമ്പിലുള്ള ജീവനക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. നല്ല ഡേഞ്ചറാണെന്ന് വെച്ചാൽ ഡേഞ്ചറുമാണ്. എന്നാൽ വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല, അറിയത്തില്ല. ഇതാണ് ഇതിൻ്റെ പേര്. ടെഡീസ് എന്നാണ് ഇതിൻ്റെ പേര്. ടെഡീസ്. വന്യമൃഗങ്ങളൊന്നും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. സോ ഞാനുണ്ടോ ഇതൊക്കെ ഒരു ഇതാണ് ക്യാമ്പ്സാണ്.
സോ ഞാനിപ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാ കാണുന്ന ടെൻസാണ് കേട്ടോ. ആ ടെൻസിലാണ് നമുക്ക് സ്റ്റേ ചെയ്യേണ്ടത്. ടെൻസ് കണ്ടോ, ഇതാ ഇവിടെ ഇങ്ങനെയുള്ള ടെൻസിലാണ് നമ്മൾ താമസിക്കുന്നത് നൈറ്റ്. അതൊരു എക്സ്പീരിയൻസാണ്. ആനയുണ്ടോ, മറ്റ് മൃഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഒരു മലയുടെ ഒരു സൈഡാണ് കേട്ടോ. അതൊരു മലയുടെ ഒരു സൈഡിലാണ് ഈ ടെഡീസ് ക്യാമ്പ്സ് കൊണ്ട് വെച്ചേക്കുന്നത്. സോ ഞാൻ ഇപ്പോൾ അതിങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അതാണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ, ഏതൊരു ഏലത്തോട്ടത്തിൻ്റെ സൈഡിലാണ് കേട്ടോ. ഏലത്തോട്ടമാണ്. അടിപൊളി കാറ്റാട്ടോ, അടിപൊളി വൈവാ. അതാ മുകളിലോട്ടുണ്ടോ, സെറ്റ് വ്യൂ, അടിപൊളി വ്യൂ ഉണ്ടോ. ഇതാണ് ടെൻറ്റ്. ഈ ടെൻറ്റിൽ ഒരാൾക്ക് 2 പേർക്കാണ് കിടക്കാൻ വേണ്ടി പറ്റുക കേട്ടോ. ടെൻറ്റിനകത്ത് ഒരാൾക്ക് 2 പേർക്ക് കിടക്കാൻ വേണ്ടി പറ്റി. ഉണ്ടോ, ഇത് ഒരാൾക്ക് വേണ്ടേ 2 പേർക്ക് കിടക്കാൻ പറ്റും. പിന്നെ അവർ ഇതിൻ്റെ അകത്ത് ബെഡ്ഷീറ്റും പില്ലോ എല്ലാം തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കട്ടൻ കിട്ടിയിട്ടുണ്ട്. ഈ ഓൾട്ടിറ്റ്യൂഡിൽ നമ്മൾ ഇങ്ങനെ ഒരു ചായ കുടിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ, അതിൻ്റെ കിക്ക് ഒരു പ്രത്യേക കിക്കാണ്. ഈ ഓൾട്ടിറ്റ്യൂഡിൽ ഈ ചായ ഇങ്ങനെ കുടിക്കുന്നത്. ഇതുണ്ടോ, ഇതാണ് ഇവിടുത്തെ നാച്ചുറൽ സ്പ്രിങ് ആണ്. ഉണ്ടോ, നാച്ചുറൽ സ്പ്രിങ് ആണ്. ആർട്ടിഫിഷ്യൽ അല്ല, നാച്ചുറലാണ്. നാച്ചുറൽ സ്പ്രിങ് ആണ്. ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യാം. നല്ല ഐസി കോൾഡ് ആയിരിക്കും പിന്നെ ടെമ്പറേച്ചർ. ഇവിടുത്തെ ടെമ്പറേച്ചറും ഡൗൺ ആണ്, ഈ വാട്ടറിൻ്റെ ടെമ്പറേച്ചറും ഡൗൺ ആണ്. നല്ല ആൾട്ടിറ്റ്യൂഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു മലയുടെ ചരിവിലാണ് കേട്ടോ. അവിടെ ഇപ്പോൾ ഒരു ചായ കുടിക്കുന്ന ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 19-18 ഡിഗ്രീസ് വരും. അതാണ് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു ചായ കിട്ടിയിട്ടുണ്ട്. വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊരു ചായ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആൾട്ടിറ്റ്യൂഡിൽ ഈ ചായക്ക് നല്ലൊരു കിക്കുണ്ട്. ദാറ്റ്സ് എ വണ്ടർഫുൾ കിക്ക്. അത് ഈ ഓൾട്ടിറ്റ്യൂഡിൽ നമ്മൾ മോഹൻലാൽ പറയുമ്പോൾ, ലാലേട്ടൻ പറയുന്ന പോലെ ഇത് ഉയരം കൂടുന്തോറും ചായക്ക് രുചി കൂടുമെന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു എഫക്റ്റ്. കണ്ടോ, ഈ ചായ കുടിക്കുമ്പോൾ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഹലോ ഗൈസ്, നമ്മളിവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, നല്ല തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു 18 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരും, 18-17. ഇനി രാത്രിയാകുമ്പോൾ വീണ്ടും താഴും. കണ്ടോ, ഇവിടെ ഇപ്പോൾ ഈ ക്യാമ്പ് ഫയറിൻ്റെ അടുത്തിരിക്കുമ്പം നല്ല ചൂടുണ്ട്. ഇതിങ്ങനൊരു പ്രത്യേക വൈബാണ് കേട്ടോ. ഒരു മലയുടെ ചരിവിലാണ് ഇതാ ഇവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാണ്. അടിപൊളി വൈബാണ്, സെറ്റ് വൈബാണ്. ഈ കൊടും ചൂടത്ത് ഈ കൊടും തണുപ്പത്ത് ഇങ്ങനെ ക്യാമ്പ് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വൈബ് വേറെ ഒരു വൈബാണ്. നിങ്ങളിവിടെ വന്നിരുന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിറകെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നല്ല കണ്ടോ, കണ്ടോ, അങ്ങ് ദൂരെ കണ്ടോ, അവിടെ ഇവിടെ ഓരോരോ വെട്ടങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, സെറ്റപ്പ് വൈബാ. ഈ ടെൻറ്റിലാണ് കേട്ടോ ഞാൻ ഇന്ന് രാത്രി കിടക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് ഇതിൻ്റെ കിടക്കുന്നത്. ഇത് 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന ടെൻറ്റാണ്. ഡെക്കാത്തലോണിൻ്റെ ടെൻറ്റാണ്. സോ അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഇന്ന് രാത്രി ഡിന്നർ കഴിച്ചത്. ഡിന്നർ ഇവർ തന്നെ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ വന്യജീവികളൊന്നും വരില്ലെന്നാണ് നമ്മുടെ ഇവിടുത്തെ ഓണർ പറയുന്നത്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് കംസ് ഓർ നോട്ട്. എന്തായാലും ഒരു അടിപൊളി വൈബാണ്. സോ ഗുഡ് നൈറ്റ് ഓൾ. So please do subscribe my channel, like my channel, share my channel, share my contents. Thank you all.